എല്ലാ വീഡിയോയിലും പൈസ ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞ് സ്വയം മിണ്ടാതിരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് എന്തായാലും പൈസ സംസാരിക്കും. പൈസക്ക് എന്താ സംസാരിക്കാനുള്ള പൈസ സംസാരിച്ചു. അടുത്ത പാർട്ടി സംസാരിക്കും. ഇല്ല, അടുത്ത പാർട്ടിലൊന്നുമില്ല. പൈസ ഇപ്പൊ സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇല്ലില്ല. പറ പൈസ, എന്ത് എന്തിനും പറയാനാ, പറ. ബാംഗ്ലൂർ കണ്ട് തിരിച്ചു പോകുന്നു. കുട്ടികളൊക്കെ വെക്കാടോ വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കോ? ഏത് എന്തെങ്കിലും കുട്ടികള്? ആര് കാത്തിരിക്കാൻ? പറ പൈസ. എന്ത് പറയാനാ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് വീഡിയോ വൈൻഡപ്പ് പറ, എന്തെങ്കിലും പറ. സന്ധിക്കും വരേക്കും വണക്കം. അതല്ല, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ബൈ ബൈ. കൈ ആണെങ്കിലോ പട്ടി. ബൈ ബൈ. ബൈ. ആ നടന്നു പോകുന്ന ആളെ കണ്ടില്ല, അതാണ് ഫൈസി, നമ്മുടെ കഥയിലെ താരം. ഞാൻ ശരിക്കും ബാംഗ്ലൂർ പോകുന്നൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തു വെച്ചത് കേട്ടോ. ഫൈസിയെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ പഴയ മെമ്മറീസ് ഒന്നും എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾക്ക് 2 ഷോപ്പ് ഉണ്ടായിരുന്നു. ഫൈസിയുടെ ഷോപ്പ് മാലിക്കരയിലും എൻ്റെ ഷോപ്പ് പല്ലനയിലും. രണ്ടും ജെൻസ് വെയറാണ് കേട്ടോ. ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന ഒരുമിച്ചായിരുന്നു. നൈറ്റാണ് കൂടുതലും യാത്ര ചെയ്യാറുള്ളത്. നൈറ്റ് വണ്ടിയൊക്കെ എടുത്ത് കണ്ണുന്ന കടകളിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് ഫ്യൂച്ചർ പ്ലാനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ എല്ലാ ട്രിപ്പും. ഈ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിലൊരുപാട് ആൾക്കാർ വരും, ഒരുപാട് ആൾക്കാർ പോകും, കുറച്ച് ആൾക്കാർ നിൽക്കും, കുറേ ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ടവരാവും. അങ്ങനെ ഒരു 6 വർഷം മുമ്പ് കിട്ടിയ കണക്ഷനാണ് ഫൈസി. നമ്മുടെ തോളൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഗൾഫിൽ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടല്ലോ, ആ വിഷമം തന്നെയായിരുന്നു ഈ ഫൈസി പോയപ്പോഴും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരുമിച്ച് പർച്ചേസിങ്ങിന് പോകണം, ഷോപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം. എല്ലാ യാത്രയിലും നമ്മൾ മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്, കുറേ കാഴ്ചകൾ കാണാനുണ്ടെന്നും കുറേ മനുഷ്യന്മാരെ അറിയാനുണ്ടെന്നും കുറേ ജീവിതങ്ങൾ പഠിക്കാനുണ്ടെന്നും കുറേ ലക്ഷ്യങ്ങൾ നേടാനുണ്ടെന്നുമുള്ള സത്യം.